കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് 12ഓളം സ്ഥലങ്ങളിൽ വലിയ റെയ്ഡുകളും നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലെ പ്രതി എന്ന് പറയുന്നത് 11ാമത്തെ പ്രതി മാത്രമാണ് വീണ തൈക്കണ്ടിയിൽ. മറ്റു നിരവധി പ്രതികളുണ്ട്. മറ്റു നിരവധി സ്ഥലങ്ങളിൽ കൂടി ഇതിൻ്റെ റെയ്ഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ പലർക്കും തന്നെ ഇതെന്താണ് ഈ കേസ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ട് അത് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ. പക്ഷേ വിസ്താര ഭയം കൊണ്ട് ഞാൻ ഓരോ ഡീറ്റെയിൽസിലേക്കും അധികമായി പോകുന്നില്ല. വളരെ ചുരുക്കി മാത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് ഈ കേസ് എന്നുള്ളതിനെക്കുറിച്ചും ആ കേസിൻ്റെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും മാത്രമാണ് ഞാനിതിന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിലെ ഏറ്റവും പ്രൈം സസ്പെക്റ്റ് എന്ന് പറയുന്നത് ശശിധരൻ കർത്ത എന്ന് പറയുന്ന CMRLൻ്റെ MD ആണ്. ആ CMRL എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് വിദേശത്താണ് കസ്റ്റമേഴ്സ് എല്ലാം ഉള്ളത്. അതിൻ്റെ റൂട്ടൈലിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കയറ്റുമതിയാണ് അവർ ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ കിട്ടുന്നത് KMML എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അതുപോലെ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന IREL എന്ന് പറയുന്ന കമ്പനികളിൽ നിന്നുമാണ്. അപ്പോൾ ഈ കമ്പനിയാണ് ഇവരുടെ ഒരു പ്രൈം സസ്പെക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിരവധി പരാതികൾ അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഈവൻറ്റ് നടക്കുന്നത് 2019 ജാനുവരി 25-നാണ്. ആ 2019 ജാനുവരി 25-ന് ഒരു റെയ്ഡ് നടക്കുന്നു ഈ CMRLൻ്റെ ഓഫീസുകളിലും അതുപോലെയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും വീടുകളിലും എല്ലാം തന്നെ റെയ്ഡ് നടക്കുന്നു. അതിൻ്റെ ഓണറാണ് ശശിധരൻ കർത്ത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ തന്നെ അതിൽ ഓണർഷിപ്പ് ഉള്ളതാണ്. കൂട്ടത്തിൽ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ അത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ പബ്ലിക് ലിമിറ്റഡായി ഷെയറുകൾ ഇഷ്യൂ ചെയ്തേക്കുന്ന കമ്പനിയാണ്. അതിനകത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനിയായിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് 13.4% കൂടി ഷെയറുണ്ട്. എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിന് കൂടി 13.4% ഓണർഷിപ്പുള്ള ഒരു കമ്പനിയാണ് ഇതെന്ന് ചുരുക്കം. അപ്പോൾ ആ കമ്പനിയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിരുന്നു എന്നുള്ളതാണ് IT ആ 2019 റെയ്ഡോടുകൂടി കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 133.82 കോടി രൂപ മുതൽ 182 കോടി രൂപ വരെയുള്ള നികുതി വെട്ടിപ്പുകൾ സംശയിക്കുന്ന, ഓവറായി ഇല്ലാത്ത ചിലവുകൾ പെരുപ്പിച്ച് കാണിച്ച് ഒരു കാര്യമുണ്ടായി എന്നും അതുവഴി നികുതി വെട്ടിപ്പ് നടത്തിയെന്നും കമ്പനി ലോസ് ആണെന്ന് കാണിച്ചു എന്നുള്ള ഒരു കേസാണ് നിലവിലുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ CMRLലെ നിരവധി ഒഫീഷ്യലുകളൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ആ ഒഫീഷ്യലുകളുടെ നിരവധി സ്റ്റേറ്റ്മെൻറ്റുകൾ, പ്രത്യേകിച്ചും അവിടുത്തെ CFOയും അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റുമായിട്ടുള്ള ആളുകളിലേക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുകയും ആ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഈ ചെലവുകൾ ഏതാണ്ട് പെരുപ്പിച്ച് കാണിച്ചിരുന്നു എന്നുള്ളതെല്ലാം തന്നെ അവർ സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ സമ്മതിക്കുകയും ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡുണ്ട്. ആ സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക് ഇത് കേസ് വരികയും ഏറ്റവും കുറഞ്ഞത് 70 കോടി രൂപയുടെയെങ്കിലും ടാക്സ് നിങ്ങൾ അടക്കണം എന്ന് പറയുകയും ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 60 കോടി രൂപയുടെ ടാക്സ് അടച്ചുകൊണ്ട്, അതൊരു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈനൽ ആണ്. അതിൻ്റെ പുറത്ത് വേറെ നടപടികളൊന്നും എടുക്കാൻ പറ്റില്ല. പലപ്പോഴും ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്തുകയും ആ സെറ്റിൽമെൻറ്റിലെ പ്രകാരം ഇവർ ടാക്സ് അടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അന്ന് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3-4 സംഭവങ്ങളിൽ ഒരു സംഭവം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ പോലെ 2,78 ലക്ഷം രൂപ വരുന്ന വീണ വിജയന് മാത്രം കൊടുത്തിട്ടുള്ളൊരു കേസല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു 130 മുതൽ 182 കോടി രൂപ വരെയുള്ള വ്യാജ ചെലവുകളുടെ ഒരു കേസ് കൂടിയാണ്. കൂടാതെ ഇവരുടെ കമ്പനിയിൽ നിന്ന് 30 കോടി രൂപ ഈ ഡയറക്ടേഴ്സ് നഷ്ടത്തിൽ നിൽക്കുമ്പോൾ പോലും പ്രതിഫലമായി കൈപ്പറ്റിയെന്നും അത് ഡയറക്ടർ ബോർഡിൻ്റെ അനുമതിയും കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ ഒരു 91 കോടി രൂപ മറ്റൊരു കമ്പനിയിലേക്ക് കൂടി വകമാറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഇത് വളരെ ചുരുക്കി ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് വീണ വിജയനെ ബന്ധിപ്പിക്കുന്ന ഒരു കേസെന്ന് പറയാം. വീണ വിജയനെ ഏറ്റവും ആദ്യമേ തന്നെ ഒരു 5 ലക്ഷം രൂപക്ക് അവിടെ ഒരു കൺസൾട്ടൻ്റായി വീണ വിജയനെ നിയമിച്ചു. ഏറ്റവും ആദ്യമേ തന്നെ 5 ലക്ഷം രൂപ പെർ മന്തിലേക്ക് ഒരു IT കൺസൾട്ടൻ്റായി വീണ വിജയനെ നിയമിക്കുകയും അതിനുശേഷം 2017 മാർച്ചിലേക്ക് വരുമ്പോഴത്തേക്കും 3 ലക്ഷം രൂപ മുതൽ വീണ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന്
ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എന്നുള്ള നിലക്ക് IT സർവീസുകൾക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ എമൗണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള 1.72 കോടി രൂപ ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. കൂടാതെ ഇവരുടെ മറ്റൊരു കമ്പനി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ ലോൺ കൂടി ഈ പറയുന്ന വീണ വിജയന് കൊടുത്തിട്ടുണ്ട്. അത് തിരികെ മേടിച്ചിട്ടില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2025 ഏപ്രിൽ 3-നാണ് SFIO ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആ കുറ്റപത്രത്തിലെ 11ാമത്തെ പ്രതിയാണ് യഥാർത്ഥത്തിൽ വീണ വിജയൻ എന്ന് പറയുന്നത്. ഇനി ഈ വീണ വിജയൻ്റെ കേസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ഡയറി അവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഈ കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്തയുടെ ഡയറി പിടിച്ചെടുത്തിരുന്നു. ആ ഡയറിയിൽ PV എന്ന് പറയുന്ന, RC എന്ന് പറയുന്ന, KK എന്ന് പറയുന്ന, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന, അതുപോലെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നിരവധി ആളുകളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അടക്കം നിരവധി ആളുകളുടെ പേരുകളുണ്ടായിരുന്നു. ആ പേരുകളുള്ളപ്പോൾ അതിൽ 2 പേർ തുറന്നു തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് പണം മേടിച്ചിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ പണം മേടിച്ചിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ സംഭാവനയെ പാർട്ടിക്ക് വേണ്ടി പണം മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി. പക്ഷെ അതിൽ പോലും ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, അത് ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് നിരവധി രേഖകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതിൽ അവിടത്തെയുള്ള ഒഫീഷ്യൽസ് സമ്മതിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 40 കോടി രൂപയിലധികം ഏതാണ്ട് ക്യാഷായി തന്നെ കമ്പനിയിലേക്ക് വന്നിരുന്നുവെന്നും അത് ഇൻകമായി കണക്കിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ വരവ് ചെലവ് കണക്കുകളിൽ ഈ 40 കോടി രൂപ ക്യാഷായി കിട്ടിയത് കൊണ്ട് തന്നെ അത് വരവായി കാണിച്ചിട്ടില്ല. കൂടാതെ അക്കൗണ്ടിൽ നിന്ന് ചെലവ് വലിയ തോതിൽ കൂട്ടിക്കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആ 40 കോടി രൂപയും തന്നെ പൊളിറ്റീഷ്യൻസിന്, പോലീസിന്, മീഡിയ ഹൗസുകൾക്ക്, അതുപോലെ ക്ഷേത്രങ്ങൾക്കടക്കം സംഭാവന കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വിനിയോഗിച്ചു എന്നുള്ളത് കൂടിയാണ് ഈ പറയുന്ന ഇൻ്റരീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ കമ്പനി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇവർക്കെല്ലാം തന്നെ ഞങ്ങൾ സംഭാവന കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി നേതാക്കളുടെ പേരുണ്ട്. ഞാനിപ്പോൾ മുഴുവൻ അവരിലേക്ക് പോകുന്നില്ല. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ രമേശ് ചെന്നിത്തലയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം ഞങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയൻ മാത്രമാണ് അത് നിഷേധിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആ PV ഞാനല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖകളും ഇപ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ SFIയുടെ ഒന്നും കയ്യിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇതിനകത്ത് പ്രതിയല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുറിപ്പ് പുറത്തേക്ക് വിട്ടേണ്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ആ കുറിപ്പിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കണം, മറ്റ് ഇതുപോലെ തന്നെ വ്യക്തികളെക്കുറിച്ചും ഈ ഡയറിയിൽ പേരുള്ള മറ്റ് വ്യക്തികളെക്കുറിച്ചും ഈ 132 കോടി രൂപയെക്കുറിച്ചുമൊക്കെയുള്ള അന്വേഷണം ഞങ്ങൾ തുടരും എന്നുള്ളത് കൂടിയാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കില്ല. രമേശ് ചെന്നിത്തലയിലേക്കും കുഞ്ഞാലിക്കുട്ടിയിലേക്കുമൊക്കെ വരുന്ന സമയം അധികം താമസമില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ മാസപ്പടി എന്ന് പറയുന്ന ഒരു പേര് വരാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം, ഒരു മനോരമയുടെ ലേഖകൻ വളരെ കൃത്യമായി ഇത് ഒരു മാസപ്പടിയാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ മാസപ്പടി എന്ന് പറയുന്ന പേരിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കതൊക്കെ അത് ഓർമ്മയുണ്ടാവും. വ്യാജ ചാരായമൊക്കെ നിർമ്മിച്ചു വിട്ടിട്ടുള്ള മണിച്ചൻ്റെ കേസ് ഓർമ്മയുണ്ടാവും. മണിച്ചൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ മാസപ്പടി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. അതിനു മുമ്പ് വൈപ്പിൻ ദുരന്തത്തിലുമൊക്കെ ഇതുപോലെ എല്ലാ മാസവും പടി കൊടുക്കുന്ന പൊളിറ്റീഷ്യൻസിൻ്റെയും ഉദ്യോഗസ്ഥൻ്റെയൊക്കെ രേഖകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഫേമസ് ആകുന്നത് മണിച്ചൻ കേസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ ഒരു മാസപ്പടി എന്ന് മനോരമ ഇതിനെ വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനെ ടെക്നിക്കലി നോക്കിയാൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. കാരണം വീണ വിജയൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് മാത്രമല്ല ഇതിൽ ബന്ധമുള്ളത്. വീണ വിജയനെ കൺസൾട്ടൻ്റായി നിയമിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ വീണ വിജയൻ സിംഗിൾ ഡയറക്ടറായിട്ടുള്ള ഒരു കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്. സിംഗിൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ സാധാരണ ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 2 ഡയറക്ടർമാർ മുതൽ 7 പേര് വരെ വേണം, മിനിമം 2 പേര് വേണം. പക്ഷേ സിംഗിൾ ഡയറക്ടറായിട്ട് നമുക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ സിംഗിൾ ഡയറക്ടറായിട്ടുള്ള കമ്പനിയാണ് ഈ പറയുന്ന ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാലോജിക്കിൻ്റെ പേരിൽ ഒരു കരാർ എഴുതിക്കൊണ്ടാണ്, ടാക്സ് കൊടുത്തുകൊണ്ടാണ് ലീഗലി മറ്റേ അക്കൗണ്ട് വഴിയാണ് പണം മേടിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് തുറന്നു പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും അത് ഒരുപാട് വഷളായി പോയൊരു കാര്യമാണ്, അത് എന്ത് തരത്തിലുള്ള സർവീസുകളാണ് വീണ വിജയന് കൊടുത്തത് എന്നുള്ളത് ഇതേവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലക്ക് പണം കൊടുത്തതാണ് എന്ന് ആളുകൾക്ക് വ്യാഖ്യാനിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം,
പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-നോ ഒക്കെ അങ്ങനെ പണം മേടിക്കണമായിരുന്നുവെങ്കിൽ ഇതുപോലെ അക്കൗണ്ടിലൂടെ തന്നെ ഒരു കോൺട്രാക്ട് വഴി മേടിക്കണമായിരുന്നു എന്ന് പറയുന്ന വലിയ ചോദ്യമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും 1,72,00,000 രൂപ അതങ്ങനെയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ മേടിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കൃത്യമായിട്ട് ഒരു ലീഗലി ഉള്ള കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്നേക്കുന്നതാണ്. അതിൽ സർവീസ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പരാതി ഈ CMRL-ലുമില്ല, സർവീസ് കൊടുത്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി എക്സാലോജിക്കിനുമില്ല. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തന്നെ പിന്നീട് പൂട്ടിപ്പോവുകയും ഈ മേടിച്ച പണം സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള കേസ്. പക്ഷേ നിങ്ങൾ മറന്നു പോകരുത്, 130 കോടി രൂപയിലധികം വരുന്ന ഒരു കേസിൽ കേവലം 2,72,00,000 രൂപയുടെ മാത്രം ഇടപാടാണ് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയുമായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ തന്നെ കേരളത്തിലെ വലിയ മാധ്യമപ്രവർത്തകരും മീഡിയ ഹൗസുകളും ഏതാണ്ട് 16 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. പോലീസുകാരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അതുപോലെ ക്ഷേത്രങ്ങളടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട്. ക്ഷേത്രങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല, അത് സംഭാവന മേടിച്ചതാണെന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ള എല്ലാവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനി സമ്മതിച്ച ആളുകളെക്കുറിച്ച് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിക്ക് പോലും പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 20,000 രൂപയിൽ കൂടുതൽ 19,999 രൂപ മാത്രമേ നമുക്ക് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ പണമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന മേടിക്കാൻ പാടുള്ളൂ. അതിനും അപ്പുറത്തേക്ക് 20,000 രൂപ ടച്ച് ചെയ്താൽ അവരുടെ പാൻ കാർഡ് വേണം, ഡീറ്റെയിൽസ് വേണം, അക്കൗണ്ട് വഴി മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരുടെയും നേരെ 10 ലക്ഷം രൂപ എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ കുരുക്കിലേക്കാണ് പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് നിയമം മാറ്റാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ നിയമം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് CPM-ഉം CPI ഒക്കെ മാത്രമാണ്. ബാക്കി എല്ലാവരും ഇപ്പോൾ 20,000 രൂപ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് വെക്കുകയും ആ 20,000 രൂപ താഴെയാണെങ്കിൽ വെറുതെ ആളുടെ പേര് മാത്രം മതി, ഒരു രേഖയും വേണമെന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു, BSP പോലൊരു പാർട്ടി അവരുടെ 100% പണവും വന്നേക്കുന്നത് ഇതുപോലെ 20,000 രൂപയിൽ താഴെയാണെന്ന് പറഞ്ഞാൽ 15,000, 18,000, 19,000 ഒക്കെയാണ് അവരുടെ എല്ലാ കോടിക്കണക്കിന് രൂപയുടെ പിരിവ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിനും കണക്ക് കാണിക്കേണ്ടതില്ല എന്നുള്ളത് ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി വിധികൾ, ഹർജികളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോകുന്നില്ല. 2024 ഫെബ്രുവരിയിൽ കർണാടക ഹൈക്കോടതിയിലേക്ക് വീണ വിജയൻ പോകുന്നുണ്ട്. ഇതിൻ്റെ അന്വേഷിക്കാൻ വേണ്ടി SFIOയ്ക്കും അതുപോലെ EDക്കും ഒന്നും അധികാരമില്ല എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. 2024 ഏപ്രിലിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വരെ യഥാർത്ഥത്തിൽ അവർ റെയ്ഡിന് വരാതിരുന്നത് എന്ന് ചോദിച്ചാൽ, ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് 39 പേജുള്ള വിധിന്യായത്തോടുകൂടി കോടതി തള്ളിക്കളയുകയും ഇതിൽ ECIR എന്ന് പറയുന്ന ഒരു കാര്യം, ECIR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ FIR ആണ്. അത് എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് പറയുക, ECIR എന്ന് പറയുന്നത്. ആ ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷണം തുടരാം എന്ന് കോടതി വിധിച്ചിരുന്നു. കാരണം കോടതിയിലേക്ക് ഹർജിയുമായി പോയത് KMRL-ആണ്, അതുപോലെ തന്നെ ശശിധരൻ കർത്തയാണ്, അവരുടെ ടീം അംഗങ്ങളാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ളൊരു കേസ് എന്ന് പറയുന്നത്. ആ കേസിൻ്റെ ഒരു ചെറിയ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് മാത്രമാണ് യഥാർത്ഥത്തിൽ വീണ വിജയൻ എന്ന് പറയുന്നത്. ആ കേസ് നിലനിൽക്കുമെന്നോ അതിൽ ശിക്ഷിക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല വീണ വിജയൻ. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് 2 കമ്പനികൾ തമ്മിൽ വളരെ കൃത്യമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ പണം കൈപ്പറ്റുകയും ആ പണത്തിന് GST അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അടക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഇത് ഒരു സേവനവും കൈപ്പറ്റാതെയാണ് എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ ഈ മൊഴികൾ മാത്രം പോരാ. ഇനി സേവനം കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ പോലും അതൊരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൻ്റെ രൂപത്തിലുള്ളതായതുകൊണ്ട് പലപ്പോഴും അത് വലിയ ബുദ്ധിമുട്ടാണ് തെളിയിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള കാര്യം. ഇതിൽ ഒരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നം പക്ഷെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ ധാർമ്മികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മകളാണ് വീണ വിജയൻ എന്നുള്ളത് കൊണ്ട് ആ മകളായിട്ടുള്ള വീണ വിജയന് പലപ്പോഴും ഒരു ഫേവറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബ്രൈബ് അല്ലെങ്കിൽ ഒരു കൈക്കൂലിയുടെ സ്വഭാവമുള്ള ഈ പണം കൊടുത്തത് എന്ന് പറയുന്ന സംശയമുണ്ടാക്കാൻ ഇതിടയായിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള KS അരുൺകുമാറിനെ പോലെയുള്ള ചില ആളുകളൊക്കെ വന്നിരുന്നിട്ട്
പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് എക്സൽ, അതുപോലെ തന്നെ MS വേർഡ്, ഇതിനൊക്കെയുള്ള സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ വീണ വിജയൻ കോൺട്രാക്ട് ഒപ്പിട്ടത് എന്നൊക്കെ പറയുന്നത് ചിരി പടർത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനൊന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ ആവശ്യമില്ല. കൂടാതെ വീണ വിജയൻ്റെ കമ്പനി എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ എത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ് ഉണ്ടാക്കി കൊടുത്തത്, എന്തായിരുന്നു അവരുടെ പർപ്പസ്, എന്തിനായിരുന്നു ഈ പണം മേടിച്ചത് എന്നൊക്കെയുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ എങ്കിൽ പോലും കേസ് നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പം ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. പല ബിസിനസ്സുകാരും എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്യാറുണ്ട്. ആ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നതാണ് എൻ്റെ പ്രതിഫലം. എൻ്റെ ഒരു അഭിപ്രായത്തിന്, എൻ്റെ ഒരു കമൻറ്റിന്, എൻ്റെ ഒരു പഠിച്ച് അവർക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിനൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് പണം എത്രയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ അതിന് 25,000 രൂപ മേടിക്കാറുണ്ട്, ചിലപ്പോൾ 50,000 രൂപ മേടിക്കാറുണ്ട്, ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ 1 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത്, ചിലപ്പോൾ ചില ബിസിനസ്സുകളെ കുറിച്ച് പഠിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാൻ പോകുമ്പോൾ അതിന് 10 ലക്ഷം രൂപയും 20 ലക്ഷം രൂപയൊക്കെ മേടിക്കാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് കേരളത്തിൽ നമ്മളങ്ങനെ പഠനം നടത്തിയതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം റേറ്റ് നിശ്ചയിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു അഭിപ്രായത്തിൻ്റെയോ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് ഒപ്പീനിയൻ്റെ കാര്യത്തിൽ പോലും അത്തരത്തിലുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ വളരെ വിവാദമായി തെറിയൊക്കെ വിളിക്കുന്ന ഒരു ട്രെയിനർക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ്ങിന് ആളുകൾ കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വലിയ കൺസൾട്ടൻറ്റുകളൊക്കെ ഉണ്ട്. അവർ 3 ദിവസം ഒരു കമ്പനിയിൽ വന്ന് കമ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് 50 ലക്ഷം 60 ലക്ഷം രൂപയ്ക്കാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ ആശ്ചര്യമൊക്കെ തോന്നും. പക്ഷേ വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള കൺസൾട്ടൻറ്റുകളെയൊക്കെ വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പണം കൊടുക്കണം. ഇപ്പം മനോരമയൊക്കെ പോലും വലിയ നഷ്ടത്തിലായിരുന്ന ഒരു കാലത്ത് പോലും അവർ ഇന്ത്യയിലെ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കൺസൾട്ടൻറ്റിനെ വെച്ച് പണം കൊടുത്ത് പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് മനോരമ ലാഭത്തിലാക്കേണ്ടതെന്ന്. അതിനുശേഷം നിരവധി പ്രസിദ്ധീകരണങ്ങളൊക്കെ നിർത്തിക്കൊണ്ടാണ് അവർ പിന്നീട് മനോരമ ലാഭത്തിലേക്കാക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെർട്ടൈസിന് വലിയ പണം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിലുള്ള വലിയ കമ്പനികളൊക്കെ ലോകത്തുണ്ട്. ഇപ്പോൾ മെക്കൻസി പോലെയുള്ള, അതുപോലെ തന്നെ നിരവധി കമ്പനികൾ, ഈ പറയുന്ന പോലെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പോലെയുള്ള നിരവധി കമ്പനികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ആളുകളുടെയൊക്കെ ഒരു അഡ്വൈസ് കിട്ടണമെങ്കിൽ തന്നെ വലിയ പ്രതിഫലം കൊടുക്കണമെന്നുള്ളതാണ് ആവശ്യം. ഇപ്പം കപിൽ സിബലിൻ്റെ അടുത്ത് നിന്ന് നമ്മളൊരു നിയമോപദേശം മേടിക്കണമെങ്കിൽ, ടെലിഫോണിലൂടെ മേടിക്കണമെങ്കിൽ പോലും 5 ലക്ഷം രൂപയാണ് അദ്ദേഹം ചാർജ് ചെയ്യുന്ന ഫീസ്. ഒരു തവണ കോടതിയിൽ ഹാജരാകുന്നതിന് 15 ലക്ഷം 20 ലക്ഷം രൂപയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒപ്പീനിയൻസിന് വേണ്ടിയിട്ട് പണം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കേസൊന്നും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ധാർമ്മികമായിട്ടുള്ള വിഷയം ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിലും നമുക്ക് പറയേണ്ട ഒരു വാചകവും കൂടി പറഞ്ഞു പോകണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ആലപ്പുഴയിലും തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഒക്കെ തന്നെ ഈ പറയുന്ന കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കുന്നതിന്, അല്ലെങ്കിൽ അതിനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തത് എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലും ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ഇതുവരെ പുറത്തു വന്ന എല്ലാ വിവരങ്ങളും പരിശോധിച്ചതിന് ശേഷം ഒരു കാര്യം കൂടി നമുക്ക് പറയാം. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ കരിമണൽ കർത്തക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ഖനനം ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പകരം പക്ഷേ അതിലും ഒരു സാധ്യതയുണ്ട്. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റെയും KMML കമ്പനികളിൽ നിന്ന് ചിലപ്പോൾ സൗകര്യങ്ങൾ കിട്ടാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഗവൺമെൻറ് പോളിസി വൈസ് ഒരു ഡിസിഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും അനുകൂലമായിട്ടുള്ള തീരുമാനമോ ഈ പറയുന്ന CMRLന് അനുകൂലമായി ഇല്ലാത്തിടത്തോളം കാലം ഇൻഡയറക്റ്റായി ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതൊക്കെ തെളിയിക്കൽ ഏറെക്കുറെ അസാധ്യമാണ്. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോഴും വിശദീകരിക്കപ്പെടാത്തൊരു പാർട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള സേവനമാണ് കൊടുത്തത് എന്നുള്ളത് വീണ വിജയൻ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കാർക്കും വ്യക്തതയില്ല. രണ്ടാമത്തെ കാര്യം, ഇനി വീണ വിജയനെ പോലൊരാൾ വന്ന് അങ്ങനെ വിശദീകരിച്ചാലും അത് ഒരുപക്ഷെ പബ്ലിക്കിനോ പൊതുജനങ്ങൾക്കൊന്നും അത്ര ദഹിക്കാവുന്ന കാര്യമായിരിക്കില്ല. കാരണം ഒരു അഡ്വൈസ് കൊടുക്കുന്നതിന്, ചിലപ്പോൾ ഒരു ഉപദേശം കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു IT കൺസൾട്ടൻ്റ് ആയിട്ടിരിക്കുന്നതിന്, അവർ ചോദിക്കുമ്പോൾ മാത്രമുള്ള ഉപദേശം കൊടുക്കുന്നതിന് 5-10 ലക്ഷം രൂപയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അത്തരത്തിലുള്ള നിരവധി എക്സ്പേർട്ട് ആളുകൾ ഈ ലോകത്തുണ്ട്, രാജ്യത്തുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവമാണ്. ഒരു ഉദാഹരണം കൂടി നിങ്ങളോട് പറഞ്ഞാൽ, വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടല്ല, സുന്ദർ രാജൻ പിച്ചയെ പോലെയുള്ള ഒരാൾക്ക് 2480 കോടി രൂപ, ഏതാണ്ട് ഒരു മാസം തന്നെ 200 കോടി രൂപയിലധികം ശമ്പളമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗൂഗിളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ അദ്ദേഹം മറ്റൊരു കമ്പനിയിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ 1200 കോടി ഉണ്ടായിരുന്ന സാലറി ഒറ്റയടിക്ക് 2480 കോടിയാക്കിയതാണ്. അദ്ദേഹത്തെ ഗൂഗിളിൻ്റെ CEO ആക്കിയതാണ്.
അദ്ദേഹത്തെ CEO ആക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ കമ്പനിയുടെ ഓണറായിരുന്നു അതിനു മുമ്പുള്ള CEO. അദ്ദേഹം ആൽഫബറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി അതിൻ്റെ ചെയർമാനായി മാറിയതാണ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള മിടുക്കന്മാരായിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ അങ്ങനെയൊക്കെ എടുത്തു വെക്കണം, അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അത് സാധാരണ പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ആ കാലിബറിലേക്ക്, ആ ലെവലിലേക്കൊക്കെ വീണ വിജയൻ വളർന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഉള്ളത് നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണ്, അല്ലെങ്കിൽ നമുക്കറിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ വീണ വിജയൻ ഈ വിശദീകരണത്തിന് പോലും മുതിരാത്തത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ഇതൊക്കെ തന്നെ CPMൻ്റെ മണികൾക്കോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കോ പോലും ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഇത് പൂർത്തിയാവുള്ളൂ. അതെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇറക്കിയിട്ടുള്ള ഒരു പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പിൽ അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവരുടെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആണ്. അതിൽ അവർ പറഞ്ഞേക്കുന്നത് രേഖകൾ, അക്കൗണ്ടുകൾ, ഡിജിറ്റൽ തെളിവുകൾ, നിക്ഷേപങ്ങൾ, ബാങ്ക് FDs ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ പറയുന്ന റെയ്ഡിൻ്റെ ഭാഗമായി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, ഇത് അവർ 12 സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണ്. എന്ന് പറഞ്ഞാൽ CMRL ഓഫീസിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലും അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ റെയ്ഡ് നടത്തിയിട്ട് പിടിച്ചെടുത്തതാണ്. ആ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ വളരെ കുറഞ്ഞ ഡോക്യുമെൻറ്റുകൾ മാത്രമേ വീണ വിജയൻ്റെ കയ്യിൽ നിന്നുള്ളൂ. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് 18.36 കോടി രൂപ ED മരവിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും അത് മുഴുവൻ വീണ വിജയൻ്റെ പണമാണെന്ന്. അല്ല, ആ 18.36 കോടി രൂപയിൽ 1.5 ലക്ഷം രൂപയുടെ FD മാത്രമാണ് വീണ വിജയൻ്റേതായിട്ടുള്ളത്. അതുകൊണ്ട് വീണ വിജയൻ്റേതായിരുന്നു ബാങ്ക് ഡെപ്പോസിറ്റുകളും അതുപോലെ ഏതാണ്ട് FD നിക്ഷേപങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാക്കിയുള്ള വളരെ ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ. ആ വീണ്ടെടുത്ത തെളിവുകൾ വിശകലനം ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അറിയേണ്ടത്, VD സതീശൻ 10 തവണ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ചോദിച്ചിട്ടും മൗനം അവലംബിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഇത് ഏത് ദിവസം ഏത് മണിക്കൂറിൽ കുഞ്ഞാലിക്കുട്ടിയെയും രമേശ് ചെന്നിത്തലയും തേടി വരും എന്ന് പറയുന്ന ആശങ്കകൾ കൂടി ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ്സുകാരും ഒന്നും മിണ്ടാത്തത്. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, കേരള പോലീസിനെ അറിയിക്കാതെ കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടി അവർ വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഞാൻ വിചാരിക്കുന്നത്, രമേശ് ചെന്നിത്തലയും ഇതിൽ പേരുള്ള ഒരാളാണ്, പണമായി കൈപ്പറ്റി എന്ന് പേരുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കൂടി ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അദ്ദേഹം കൂടി ഒരു പ്രതിയാകാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ പിന്നെ കേരള പോലീസിനെ അറിയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ റെയ്ഡിന് വന്നപ്പോൾ അറിയിക്കാതിരുന്നത്. കൂടാതെ ഈ പറയുന്ന വിവരങ്ങൾ ചോരുമെന്നുള്ള പേടി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, റെയ്ഡിന് വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവർ യഥാർത്ഥത്തിൽ കേരള പോലീസ് അറിഞ്ഞെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ കേരള പോലീസിന് വിവരം അറിയിച്ചത് എന്ന് പറയുമ്പോൾ ഇത് ഇവിടം കൊണ്ടൊന്നും തൽക്കാലം നിൽക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും ചെറിയ ചാർജുകളുള്ള, ഏറ്റവും ചെറിയ രീതിയിൽ മാത്രം സംശയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളുടെ പേരാണ് വീണ തൈക്കണ്ടി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇതിലൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കേസിൽ കുരുങ്ങാനോ ഇനിയിപ്പോൾ ജയിലിലടച്ചാൽ പോലും ശിക്ഷിക്കാനോ ഒന്നുമുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ്. പ്രത്യേകിച്ചും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 193 പേർക്കെതിരെ കേസെടുത്തിട്ട് അതിൽ 193 പേർക്കെതിരെ കഴിഞ്ഞ തവണ 125 കേസുകളാണ് പൊളിറ്റീഷ്യൻസിനെതിരെ എടുത്തിട്ടുള്ളത്. അതിൽ 111 തന്നെ പ്രതിപക്ഷത്തുള്ള കക്ഷികൾക്ക് വേണ്ടിയായിരുന്നു. ബാക്കി 14 മാത്രമേ സ്വന്തം പാർട്ടിയിലേക്കുള്ള ആളുകൾക്കെതിരെ എടുത്തിട്ടുള്ളൂ. അത് തന്നെ വളരെ ചെറിയ ചാർജുകളാണ്. അതിൽ 4 ഭാഗം ആളുകൾ, ഏതാണ്ട് 25% ആളുകൾ മാസങ്ങളോളം ജയിലിൽ കിടന്നവരാണ്. അതിൽ 193 പ്രതികളുണ്ടായിരുന്നു ആ കേസുകളിൽ. അതിൽ 2 പ്രതികൾ, ജാർഖണ്ഡിൽ നിന്നുള്ള 2 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അവകാശവാദം ഞങ്ങൾക്ക് 95% വരുന്ന കൺവിക്ഷൻ റേറ്റ് ഉണ്ടെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളരെ ചുരുങ്ങിയ കേസുകൾ, 5000-ലധികം കേസുകളിൽ വളരെ ചുരുങ്ങിയ കേസുകൾ മാത്രമേ വിചാരണയ്ക്ക് ചെന്നിട്ടുള്ളൂ. ആ വിചാരണയ്ക്ക് ചെന്നിട്ടുള്ളതിൽ നിന്ന് 95% ഞങ്ങൾക്ക് കൺവിക്ഷൻ റേറ്റ് ഉണ്ടെന്ന് പറയുന്ന ഒരു ചെറിയ ഈ പറയുന്ന പോലെ കള്ളം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി നോക്കിയാൽ, അക്ഷരാർത്ഥത്തിൽ നോക്കി ശരിയാണ്. കാരണം എല്ലാ കേസുകളും കോടതിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് കോടതിയിലേക്ക് എത്തി വിചാരണ തുടങ്ങിയിട്ടുള്ള കേസുകളിൽ ഞങ്ങൾക്ക് 95% കൺവിക്ഷൻ റേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 2-3% താഴെയാണ്. അതുകൊണ്ട് വീണ വിജയനൊക്കെ ശിക്ഷിക്കൽ അസാധ്യമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഒരു പക്ഷേ നടന്നേക്കാം.
ടോപ്പിക്ക് കഴിഞ്ഞു. നമ്മുടെ മറ്റൊരു ചാനലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാണ്. അത് കേട്ടവർ വീണ്ടും കേൾക്കണമെന്നില്ല. നമ്മളൊരു പുതിയ ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്, പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അത് പൊതുബോധത്തിനുമപ്പുറം വിത്ത് രതീഷ് ചക്രപാണി എന്നാണ് അതിൻ്റെ പേര്. ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നാണ്. ഇത് തന്നെയാണ് അർത്ഥം, പൊതുബോധത്തിനുമപ്പുറം വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൻ്റെ ചുരുക്കപ്പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അപ്പോൾ അതിൽ നമ്മളൊരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. 1 മണിക്കൂറും 44 മിനിറ്റുമുള്ള പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റിൽ 2021 ഒരു കരുതൽ മുഖ്യമന്ത്രിയായി ക്യാപ്റ്റൻ വിജയനായി മാറിയിട്ടുള്ള പിണറായി വിജയൻ്റെ ഇമേജ് എങ്ങനെയാണ് ഇവർ തകർത്തത്, വളരെ കൃത്യമായ ഗൂഢാലോചനകളുടെ പിൻബലത്തിൽ തകർത്തത് എങ്ങനെയാണ്, അതിനുവേണ്ടി മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും തമ്മിൽ നടത്തിയ ഗൂഢാലോചനകൾ എന്താണ്, അതിനുവേണ്ടി പ്രോ സംഘപരിവാർ എങ്ങനെയാണ് പണിയെടുത്തത് സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന, കേരളത്തിൽ ഇതുവരെ ആരും പറയാത്ത കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തീർച്ചയായും കേൾക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കൂടാതെ അതുമായി ബന്ധപ്പെട്ട അടുത്ത ചില പോഡ്കാസ്റ്റുകൾ കൂടി വീണ്ടും വരുന്നുണ്ട്. ഒരു മാസം 2-3 പോഡ്കാസ്റ്റുകളായിരിക്കും അത്ര ലെങ്തി ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ കഴിയുക. കാരണം അത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. സപ്പോർട്ട് പലതരത്തിൽ ചെയ്യാം. ഒന്ന്, ഇതിൻ്റെ താഴെ തന്നെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം. അതല്ല, നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള നിരവധി മെമ്പർഷിപ്പുകളുണ്ട്. ആ മെമ്പർഷിപ്പുകളിൽ ഏതെങ്കിലും എടുത്തുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്, നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചാനൽ നിലനിൽക്കുകയും നമ്മൾ കൂടുതൽ പോഡ്കാസ്റ്റുകൾ ചെയ്യാൻ നമുക്കത് പ്രചോദനമായി തീരുകയും ചെയ്യും. മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്കാകെയുള്ള ഗുണം ഏതെങ്കിലും വീഡിയോകൾ കുറച്ചുകൂടി നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് അപ്പുറത്തേക്ക് വലിയ ബെനിഫിറ്റുകളൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ചാനലൊക്കെ ഇതുപോലെ നിലനിൽക്കണമെന്ന് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇനി അതൊന്നും കഴിയാത്തവർ നിങ്ങളതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീഡിയോകൾ മുഴുവനായും തന്നെ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതുവരെ നിരവധി പേർ പിന്തുണച്ചിട്ടുണ്ട്. നിങ്ങളുടെ പിന്തുണകൾ നമുക്ക് വലിയ ഊർജ്ജമാണ്. അത് തുടരുക.